എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിക്കുണ്ടായ മാറ്റങ്ങൾ ഇതാണെന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൈലായ ബൂത്ത് പൈലായ CH ഒരു റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും ആ വ്യക്തിക്കുണ്ടായ മാറ്റങ്ങൾ നമുക്ക് ദൃശ്യമാണ്. ആ വ്യക്തി എല്ലാത്തിൽ നിന്നും മാറി ചിന്തിച്ച് നടന്നൊരു വ്യക്തിയാണ്. തൻ്റെ വ്യക്തിക്ക് വേണ്ടി പിന്നണിയിൽ നിന്നൊരു വ്യക്തിയാണ്. അതായത് നിങ്ങൾക്ക് വേണ്ടി എല്ലാത്തിൻ്റെയും പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ്. പുറകിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതുന്നതിനേക്കാൾ വലിയ സപ്പോർട്ടാണ് ആ വ്യക്തി നൽകിയിരുന്നത്. കേവലം വാക്കുകൾ കൊണ്ടുള്ള ഒരു സപ്പോർട്ടല്ലായിരുന്നു. നിങ്ങളെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ഒരു സപ്പോർട്ട് തന്നെയായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആ വ്യക്തിയെ ബാധിച്ചിരുന്നു. മുൻനിരയിലേക്ക് വരുന്നതിന് എപ്പോഴും ആ വ്യക്തിക്ക് മടിയുണ്ടായിരുന്നു. കാരണം ആ വ്യക്തി മുൻനിരയിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് പോകാനുള്ളൊരു മനസ്സ് ആ വ്യക്തിക്കുണ്ടായിരുന്നു. പ്രതിസന്ധികളിൽ തളരുന്നൊരു മനസ്സല്ല ആ വ്യക്തിയുടേത്. സാധാരണ രീതിയിൽ ഉത്സാഹത്തോടെ പ്രതിസന്ധികളിലേക്ക് എടുത്ത് ചാടുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ വ്യക്തി അങ്ങനെ ഒരു വ്യക്തിയല്ല. പ്രതിസന്ധികൾ കണ്ട് മാറി നിൽക്കുകയും പിന്നീട് പ്രതിസന്ധികളെ തന്നെ കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മനോധൈര്യം ആ വ്യക്തിയിൽ നമുക്ക് കാണാൻ കഴിയും. പകച്ചു നിൽക്കുകയാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ ആ വ്യക്തി പകച്ചു നിൽക്കുകയല്ല, എങ്ങനെ അതിജീവിക്കാമെന്ന് കണ്ടെത്തുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെ അതിജീവിച്ചിട്ടുണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നതിനോ തൻ്റെ കഴിവ് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയുന്നതിനോ അല്ല ആ വ്യക്തി ശ്രമിക്കുന്നത്. എപ്പോഴും സൗമ്യമായ നിലപാടുകളും സൗമ്യമായ കാര്യങ്ങളുമാണ് ആ വ്യക്തി സ്വീകരിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം ആ വ്യക്തിക്ക് തരണം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ആ വ്യക്തിയുടെ ഏറ്റവും വലിയ വിജയം. എത്രയെത്ര പ്രതിസന്ധികൾ, എത്രയെത്ര പ്രശ്നങ്ങൾ, അതിനെല്ലാം ആ വ്യക്തി ഇതിനകം തന്നെ തരണം ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ ആ വ്യക്തിക്കൊരു മാറ്റം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടും നിങ്ങൾ ആ വ്യക്തിയോട് കാണിക്കേണ്ട രീതിയിലുള്ളൊരു നന്ദി കാണിച്ചില്ല എന്നുള്ളൊരു പരിഭവം ആ വ്യക്തിക്കുണ്ട്. ആ പരിഭവം ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അഗാധമായിട്ട് പതിഞ്ഞിരിക്കുകയാണ്. തൻ്റെ വ്യക്തി, താൻ സ്നേഹിച്ച വ്യക്തി തന്നെ തിരിച്ച് സ്നേഹിച്ചില്ല, തന്നോട് കാരുണ്യം കാണിച്ചില്ല, വല്ലാത്ത രീതിയിലുള്ള ഒരു സമീപനവുമായാണ് തൻ്റെ മുമ്പിലേക്ക് വന്നത് എന്നുള്ള ചിന്ത, എന്നുള്ള മനോവിഷമം അത് ആ വ്യക്തിയിൽ വല്ലാതെ ഉണ്ട്. എല്ലാ പ്രതിബന്ധങ്ങളെയും മാറ്റി മറിച്ചുകൊണ്ട് എല്ലാത്തിനെയും വെല്ലുവിളിച്ചുകൊണ്ടാണ് നിങ്ങളെ സ്നേഹിച്ചത്. നിങ്ങളോടുള്ള ആ വ്യക്തിയുടെ സ്നേഹം, ഇഷ്ടം, കരുതൽ എന്നിവ ആ വ്യക്തിയുടെ മനസ്സിൽ വേണ്ടുവോളം ഉണ്ട്. ഒരു പ്രതിസന്ധിയോ ഒരു പ്രശ്നമോ അതിജീവിച്ച് മാത്രം നിങ്ങളോടൊപ്പം നിലയുറപ്പിച്ച വ്യക്തിയല്ലായിരുന്നു അത്. നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് എപ്പോഴും നിങ്ങൾക്കൊപ്പം നിലനിൽക്കുന്ന, നിങ്ങളോടൊപ്പം നിലയുറപ്പിക്കുന്നൊരു വ്യക്തി. നിങ്ങളുടെ ഒപ്പം ചിരിച്ചു കളിച്ച് നടന്ന ആളുകൾ നിങ്ങൾക്ക് സഹായം നൽകിയില്ല, പക്ഷേ ഈ വ്യക്തി നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ചിരിക്കുമ്പോൾ 1000 പേർ വരും, കരയുമ്പോൾ ആരും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തി നിങ്ങളുടെ കരച്ചിലുകളിൽ, നിങ്ങളുടെ തകർച്ചകളിൽ നിങ്ങളെ സഹായിച്ചാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട്. ആ വിഷമം ഒരു പക്ഷേ തെറ്റിദ്ധാരണയാകാം. അത് മാറ്റിക്കൊടുത്ത് ആ വ്യക്തിയെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഇഷ്ട വ്യക്തി എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരേണ്ട ചുമതല നിങ്ങൾക്കുണ്ട്. സൂക്ഷിക്കുക, അത് ചെയ്യുക. അടുത്തായിട്ട് തത്തമ്മ പൈലായ CH റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണ്. പക്ഷെ ആ ഇഷ്ടവും സ്നേഹവും തുറന്നു പറയുന്നതിന് ആ വ്യക്തിക്ക് മടിയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ എൻ്റെ വ്യക്തിയെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ വ്യക്തി ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു തരം കുറച്ചിലായിട്ട് കാണുന്നൊരു വ്യക്തി, ഒരു ദുരഭിമാനം,
അങ്ങനെ കാണുന്നൊരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഈ വ്യക്തി. പക്ഷെ ഉള്ളിൽ സ്നേഹമുണ്ട്, ഉള്ളിൽ ഇഷ്ടമുണ്ട്, അത് അംഗീകരിക്കാൻ കഴിയുന്നില്ല. ചെറിയ ചെറിയ പിടിവാശികളും ചെറിയ ചെറിയ ദുർവാശികളും ഒക്കെ ആയിട്ട് ആ വ്യക്തി ഇങ്ങനെ പോവുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് നിങ്ങളെന്നൊക്കെ ആ വ്യക്തിക്ക് അറിയാം. പക്ഷേ എനിക്ക് മേൽക്കോയ്മ കിട്ടണം, ഞാനല്ലാതെ ആരെയും എൻ്റെ വ്യക്തി സ്നേഹിക്കരുത്, എന്നെ മാത്രം സ്നേഹിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വല്ലവരോടും സംസാരിക്കുകയോ വല്ലവരോടും നിങ്ങളുടെ ഉപദേശങ്ങൾ വാങ്ങിക്കുകയോ ഒക്കെ ചെയ്താൽ ആ വ്യക്തിക്ക് അപ്പോൾ ദേഷ്യം വരികയാണ്. പിന്നീട് ആ വ്യക്തി നിങ്ങളോട് പോലും ചിലപ്പോൾ പിണങ്ങി സംസാരിക്കാതിരിക്കും. അങ്ങനെ നിങ്ങളോടുള്ള ഇഷ്ടം മനം നിറച്ച് കാണിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അത് പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിലുണ്ട് എന്ന് നിങ്ങൾക്കും അറിയാം. ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ കാര്യം സത്യമാണെന്നും ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉള്ള ആ സ്നേഹം പുറമേ അംഗീകരിക്കാനായിട്ട് ആ വ്യക്തിയുടെ ദുരഭിമാനം അനുവദിക്കുന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ വാശിയെടുക്കും, പിണക്കമെടുക്കും. പക്ഷേ സ്നേഹത്തിനൊരു കുറവുമില്ല. സ്നേഹിക്കുകയല്ലാതെ ആ വ്യക്തിക്ക് വേറെ വഴിയുമില്ല. പക്ഷേ കുട്ടികളെപ്പോലെ പിണങ്ങുക അതൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും നിങ്ങളെ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾക്കതിൽ കാണാം. അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിയുന്നതാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. വലിയ തരത്തിലുള്ള പ്രതിസന്ധികളും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളും എല്ലാം അതിജീവിച്ചുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും നോക്കി കണ്ടുകൊണ്ട് ആ വ്യക്തി ജീവിക്കുന്നുണ്ട്. കരിയർ, ജീവിതം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം ആ വ്യക്തിയുടെ മനസ്സിൽ സ്വപ്നം തന്നെയാണ്. നിങ്ങളൊരിക്കലും വെറുക്കുന്നില്ല. പക്ഷെ ആ ശൈലി അതാണ്. ആ വ്യക്തിയുടെ മനസ്സങ്ങനെയാണ്. ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആ ആളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെങ്കിലും ആ ആളത് അറിയണ്ട. ആൾ വിചാരിച്ചോട്ടെ എന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ലഭിക്കുന്ന ആളല്ല എന്നുള്ളത്. ആ ഒരു മനസ്സാലെ, ആ ഒരു ചിന്തയാലെ കടന്നു പോകുന്ന ഒരു വ്യക്തി ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. പക്ഷേ എല്ലാത്തിനും ഒരു ശൈലി പറയുന്നു. എല്ലാം തൻ്റെ ഉത്തരവാദിത്വത്തിൽ നടക്കണം. താനല്ലാതെ തൻ്റെ വ്യക്തിക്ക് ആരും ഉണ്ടാകരുത്. തന്നെയല്ലാതെ തൻ്റെ വ്യക്തി ആരെയും സമീപിക്കരുത് ഒരു കാര്യത്തിന് വേണ്ടി. അങ്ങനെ ഉള്ള ഒരാളാണ്. വലിയ മനസ്സിൻ്റെ ഉടമ തന്നെയാണ്. നിങ്ങളിലുള്ള നിഷ്കളങ്കമായ സ്നേഹം എപ്പോഴും ആ മനസ്സിൽ കാണാൻ സാധിക്കും. ആ വ്യക്തിയുടെ മനസ്സിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. നിങ്ങളോട് കാണിച്ച ആ വാശിയും നിങ്ങളോട് കാണിച്ച ആ ശൈലിയൊക്കെ മാറ്റി നിങ്ങളെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു തലത്തിലേക്ക് ആ വ്യക്തി എത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ മാറ്റം പോസിറ്റീവാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.